ഒരാൾ പാത്രം കഴുകുന്നു എന്നത് സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന പോലെ ഒരു സാധാരണ കാര്യമായാൽ മതി, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഇരുട്ടുണ്ടാകുന്നു എന്ന പോലെ ഒരു സാധാരണ കാര്യമാണ് ഒരാൾ പാത്രം കഴുകുന്നു എന്നത്. അത് പക്ഷേ അസാധാരണമായ ഒരു കാര്യമായിട്ട് വാർത്തയായിട്ട് വരികയാണ്. അസാധാരണമായ ഒരു വാർത്തയായിട്ട് വരുന്നത് അസാധാരണമായിട്ട് പരിഹസിക്കപ്പെടുന്നതുകൊണ്ട് മാത്രമല്ല, എം.എ. ബേബി അദ്ദേഹം ഭക്ഷണം കഴിച്ച പാത്രം കഴുകുന്നു എന്നത് കണ്ട ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തകർ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഷൂട്ട് ചെയ്ത ആൾക്ക് എന്തോ ഒരു കൗതുകത്തിൽ തോന്നി, അതായത് എം.എ. ബേബി പാത്രം കഴുകുന്നല്ലോ എന്ന്. ആ കൗതുകം തന്നെയാണ് പ്രശ്നം. അതായത് അതൊരു സാധാരണമായ കാര്യമാണ്, അദ്ദേഹം പതിറ്റാണ്ടുകളായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നു അവരുടെ പാർട്ടിക്കാരെല്ലാവരും പാത്രം ഇങ്ങനെ കഴുകാറുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു സാധാരണ കാര്യമാണല്ലോ. അങ്ങനെ സാധാരണ ഒരു കാര്യം അസാധാരണമായ തോതിൽ ഷൂട്ട് ചെയ്ത് പ്രചരിക്കുന്നു എന്നതിൽ തന്നെയും ഒരു പ്രശ്നമുണ്ട്. അതായത് അതൊരു വളരെ സാധാരണമായ കാര്യമായിട്ട്, പ്രത്യേകമായിട്ട് ഷൂട്ട് ചെയ്യപ്പെടേണ്ടതില്ലാത്ത, പ്രത്യേകമായിട്ട് പകർത്തപ്പെടേണ്ടതില്ലാത്ത ഒരു അസാധാരണമായ കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതാണ്. ഞാനിത് പറയുന്നത് എം.എ. ബേബിയെയോ CPM-നെയോ ഒന്നും കുറ്റപ്പെടുത്താനല്ല, അങ്ങനെയല്ല, ആ അർത്ഥത്തിലല്ല. പക്ഷേ മറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു മുതിർന്ന പുരുഷൻ പാത്രം കഴുകുന്നു, അതും സ്വന്തമായിട്ട് കഴിച്ച പാത്രം കഴുകുന്നു എന്നത് അസാധാരണമായി തോന്നുന്നൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ഉപകരിച്ചു എന്ന് നമ്മൾ കാണണം. അത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നയാൾക്ക് കൗതുകം തോന്നുന്നു, ഇത് കാണുന്ന ആളുകൾക്ക് കൗതുകം തോന്നുന്നു, ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് ചില ആളുകൾക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ പാത്രം കഴുകിയാൽ വോട്ട് കിട്ടാവുന്ന മാത്രമുള്ളൊരു സംഗതിയാണ് എന്ന് ചില ആളുകൾക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊരു അസാധാരണവും വമ്പനുമായിട്ടൊരു കാര്യമായിട്ട് സമൂഹത്തിൽ ആകപ്പാടെ തോന്നുകയാണ്. നിരവധിയായുള്ള പ്രശ്നങ്ങൾ ഈ നാട്ടിലുള്ളപ്പോൾ എം.എ. ബേബി പാത്രം കഴുകി എന്നത് ചർച്ചയാവുകയും അതേ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി തന്നെയും നേരിട്ട് വന്നിട്ട് അത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തുക, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് വീണ്ടും ഒരു പ്രതികരണം നടത്തുക, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയൊക്കെ ആളുകൾ വന്നിട്ട് അതിനെ എതിർത്തും കളിയാക്കിയുമൊക്കെ ഇങ്ങനെ സംസാരിക്കുക. RDX പോലെ ഉള്ള ഈ ചർച്ചാ സംവിധാനങ്ങൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഇതൊരു അസാധാരണമായ കാര്യമായിട്ട് വികസിക്കുന്നു എന്നത് നമ്മുടെ നാട്ടിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ കുഴപ്പമുണ്ട്. ആണുങ്ങളെല്ലാം പാത്രം കഴുകുകയാണെങ്കിൽ അതൊരു സാധാരണമായ കാര്യമാണെങ്കിൽ പിന്നെ അതിൽ ഒരു തരത്തിലുള്ള കൗതുകത്തിൻ്റെയോ ചർച്ചയുടെയോ രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകളുടെയോ അദ്ദേഹത്തെ പിന്തുണക്കേണ്ടുന്ന കാര്യമോ അദ്ദേഹത്തെ എതിർക്കേണ്ടുന്ന കാര്യമോ ഒന്നുമില്ല. പക്ഷേ ഈ നാട്ടിൽ ഇപ്പോഴും പുരുഷന്മാർ പാത്രം കഴുകുന്നു, അതിൽ മുതിർന്ന പുരുഷന്മാർ പാത്രം കഴുകുന്നത് അസാധാരണമായൊരു കാര്യമായിട്ട് ആണുള്ളത് എന്നതിനെ ഒന്ന് നാട്ടുകാർക്ക് മുമ്പിൽ കാണിച്ചെന്നൊരു സംഭവമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. ശിവൻകുട്ടി പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് പാഠപുസ്തകത്തിലുണ്ട്. എല്ലാവരും ഇത് ഒരു സാധാരണ കാര്യമായിട്ട് എടുത്തിട്ട് ഈ 5 വർഷം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ പാത്രം കഴുകുന്നത് കണ്ടാൽ ഇതൊരു വലിയ അസാധാരണ കാര്യമല്ലെന്ന് എല്ലാവർക്കും തോന്നുന്ന വിധത്തിൽ, ആർക്കും ഷൂട്ട് ചെയ്യാൻ തോന്നാത്ത വിധം അതിങ്ങനെ പ്രചരിക്കുകയും അതിനോട് ചർച്ച നടത്തുകയും നടത്തപ്പെടുകയും ചെയ്യാത്ത വിധം ഒരു സാധാരണ കാര്യമായിട്ട് എല്ലാ മനുഷ്യരും അവരവർ ഭക്ഷണം കഴിച്ച പാത്രം കഴുകട്ടെ.